അങ്ങനെ ഇത് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ചപ്പാത്തിക്കുള്ള പൊടി തരിച്ചുകൊണ്ട് കേട്ടോ, നമ്മുടെ റേഷൻ പീടികയിലുള്ള പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. പിന്നെ ഇവിടെ ഇങ്ങനെ കൂട്ടി കെട്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മൈദയും കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടും കൂടി ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. ഗോതമ്പ് പൊടി ഇട്ട് അതേ ഗ്ലാസ്സിൽ തന്നെ ഉണ്ടോ മൈദ എടുത്ത്. അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങൂലേ ആട്ടപ്പൊടി, അതേ സെയിം രീതിയിലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഈ ഗോതമ്പൊടിൻ്റെ പേക്ക് കാണുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നുള്ളത്. കാരണം ഇതങ്ങനെ അധികം ഉപയോഗിക്കില്ല. എന്തോ ഒരു പരിവരിപ്പ് പോലെ. നമ്മളിപ്പോൾ ഗോതമ്പ് കഴുകി ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മിനുസായിരിക്കും. പക്ഷേ ഇതെന്താണെന്നറിയില്ല, എന്തോ ഒരു മരപ്പൊടി പോലെ. മാവ് കുഴയ്ക്കാനും പരത്താനൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ചായയൊക്കെ തിളച്ച് ആ അടുപ്പത്ത് തന്നെ ഞാൻ പത്തിരി ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഈ കല്ലുള്ളത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പത്തിരി ചുട്ടെടുക്കും. ആദ്യം ചെറിയൊരു പാനിനി അതിലങ്ങനെ പെട്ടെന്ന് ചുടാമെങ്കിൽ ഓരോന്ന് ഇട്ടാൽ ചുട്ട്. ഇതിൽ 3 4 ഒക്കെ ഇടാം. ഞാനിപ്പം 3 ഇട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരോട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ചിക്കൻ കറി കേട്ടോ. അപ്പോൾ അത് ബാക്കിയുണ്ടേനെ. അപ്പോൾ അതാണ് ചപ്പാത്തിക്ക്. രാവിലെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല വെയിലാണ്. നിലമൊക്കെ കണ്ടില്ല, നന്നായിട്ട് ഉണങ്ങി കിട്ടണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.